Hi, hello, my dear students, my dear children. Welcome to Social Science class. This is a revision class. We are discussing the probable questions in our annual exam. നമ്മുടെ ആനുവൽ എക്സാം 9ാം ക്ലാസ്സുകാർക്ക് വളരെ അടുത്തെത്തി. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഈ വർഷത്തെ ആനുവൽ എക്സാമിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം നമുക്ക് ആനുവൽ എക്സാമിന് വരാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം, അതിൻ്റെ ആൻസേഴ്സും പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കയറാം. നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ടോട്ടൽ സ്കോർ 80 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ടൈം 2.5 hours ആണ്. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം കിട്ടും. ആ കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കും ABCD. അതിലൊരു കറക്റ്റ് ആൻസറേ ഉണ്ടാവുകയുള്ളൂ. ആ കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുക, അതങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പം ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഇതൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടീച്ചർ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ലോക്സഭ. ദ മാക്സിമം സ്ട്രെങ്ത് ഈസ് 250. ചെയർഡ് ബൈ വൈസ് പ്രസിഡന്റ്. ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. ടേം ഓഫ് ഓഫീസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് 6 years. ഇതിനകത്ത് ഒരു കാര്യം മാത്രമേ ലോകസഭയ്ക്ക് ആപ്ലിക്കബിൾ ഉള്ളൂ, കറക്റ്റ് ഉള്ളൂ. അതേതാ? സി, ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. ലോക്സഭ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസാണ്. രാജ്യസഭയാണ് പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസ്. ബാക്കിയുള്ള ABD, എയും ബിയും ഡിയും ആർക്കാണ് ആപ്ലിക്കബിൾ? രാജ്യസഭയ്ക്ക് ആപ്ലിക്കബിൾ ആണ്. രാജ്യസഭയ്ക്ക്. ലോകസഭയ്ക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സി ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? സി, ലോവർ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. ആൻസറായി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നേ. ചൂസ് ദ കറക്റ്റ് പെയർ റിലേറ്റിംഗ് ടു ദ റെയിൻ ഓഫ് ദി മിഡീവിയൽ ഡൈനാസ്റ്റി. എ, രാഷ്ട്രകൂടർ, ചാലുക്യാസ്, ചോളാസ് ആൻഡ് പലൻസ്. Then 8th to 11th century, 6th to 12th century, 10th to 13th century, 8th to 12th century. ഇതിലെ കറക്റ്റ് പെയർ ഏതാണെന്നുള്ളത് എടുക്കണം. എ, രാഷ്ട്രകൂടർ 8th to 12th century ആണെങ്കിൽ അത് കറക്റ്റാണ്. ചാലുക്യാസ് 6th to 12th century ആണെങ്കിൽ അത് കറക്റ്റാണ്. ചോളാസ് 10th to 13th century കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. പാലൻസ് 8th to 12th century ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഇതിലേതാണ് കറക്റ്റ് എന്ന് നോക്കുക. ഇതിൻ്റെ കറക്റ്റ് ആൻസറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ആൻസറ് ബി, അതായത് ചാലുക്യാസ് 8th to 12th century. അത് മാത്രമേ ഇതിനകത്ത് കറക്റ്റ് ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ചിറാപുഞ്ചി ആൻഡ് മൗസിൻറാം the regions that receives highest rainfall in the world is located? ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ചിറാപുഞ്ചിയും മൗസിൻറാമും ഏത് ഫിസിയോഗ്രാഫിക് ഡിവിഷനിലാണ് ഉള്ളത്? വെസ്റ്റേൺ ഹിമാലയത്തിലാണെന്ന് പറയുന്നു, സെൻട്രൽ ഹിമാലയത്തിലാണെന്ന് പറയുന്നു, ഈസ്റ്റേൺ ഹിമാലയത്തിലാണെന്ന് പറയുന്നു, പൂർവാഞ്ചലിലാണെന്ന് പറയുന്നു. എവിടെയാണ് ഈ പറയുന്ന ചിറാപുഞ്ചി? ഓക്കെ, മേഘാലയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഏതാണെന്ന് നോക്കിയേ. ഈസ്റ്റേൺ ഹിമാലയ. ഈസ്റ്റേൺ ഹിമാലയത്തിലാണ് ചിറാപുഞ്ചി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ ഡിവിഡൻഡ്? ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. ദിസ് ഈസ് സ്റ്റേബിൾ. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതിലേതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും.
സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് സ്റ്റേബിൾ. ഇത് ശരിയാണോ? ദിസ് ഈസ് സ്റ്റേബിൾ എന്നുള്ളത് ശരിയാണോ? പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. അതിന് ആൻസർ ഏതാണ്? ദിസ് ഈസ് സ്റ്റേബിൾ. അതെ, അത് ശരിയല്ല, അത് തെറ്റാണ്, തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. സി. ദ മേജർ സോയിൽ ടൈപ്പ് ഫൗണ്ട് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണുന്ന പ്രധാനപ്പെട്ട സോയിൽ ടൈപ്പ് ഏതാണ്? ബ്ലാക്ക് സോയിൽ ആണെന്ന് പറയുന്നു, അല്ലൂവിയൽ സോയിലാണെന്ന് പറയുന്നു, ലാറ്ററൈറ്റ് സോയിലാണെന്ന് പറയുന്നു, റെഡ് സോയിലാണെന്ന് പറയുന്നു. നോർത്തേൺ പ്ലെയിനിൽ കാണുന്ന സോയിൽ ടൈപ്പ് ഏതാണ്? അല്ലൂവിയൽ സോയിൽ. കാരണം ഹിമാലയൻ റിവേഴ്സ് ഒഴുക്കിക്കൊണ്ട് വരുന്ന അല്ലൂവിയൽ സോയിൽ അടിഞ്ഞുണ്ടായ പ്ലെയിനാണ് നോർത്തേൺ പ്ലെയിൻ. അതുകൊണ്ട് തന്നെ അല്ലൂവിയൽ സോയിലാണ് നോർത്തേൺ പ്ലെയിനിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ 5 ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. 3 മാർക്ക്. ആൻസർ എനി 8 ഫ്രം ക്വസ്റ്റ്യൻസ് 6 to 14. ഈച്ച് ക്യാരീസ് 3 സ്കോർ. അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 പോയിൻ്റ് മിനിമം എഴുതേണ്ടി വരും. മിനിമം 3 പോയിൻ്റ് എഴുതണം. 6th ക്വസ്റ്റ്യൻ, എൻലിസ്റ്റ് എനി 3 ലിമിറ്റേഷൻസ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേഷന് 3 ലിമിറ്റേഷൻസ് എഴുതാൻ പറയുന്നു. എനി 3 ലിമിറ്റേഷൻ. നമ്മളൊരു 6-7 എണ്ണം പഠിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിലേതെങ്കിലും 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏതൻസ്. ഏതൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക. അവിടെയും നമ്മൾ 3 പോയിൻ്റ് എങ്കിലും എഴുതണം. ഏതൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കാണണോ? 7, ക്വസ്റ്റ്യൻ നമ്പർ 7. ഓൾ മെയിൽസ് ഓവർ ദ ഏജ് ഓഫ് 30 എക്സെപ്റ്റ് സ്ലേവ്സ് വെയർ കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. These citizens formed a committee and met 4 times a year to take decisions on important matters. Women, artisans and the foreigners who worked as traders were not considered as citizens. അപ്പോൾ ഏതൻസിലെ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. സിറ്റിസണായിട്ട് കണക്കാക്കുന്ന ആരെയായിരുന്നു? 30 വയസ്സിൽ കൂടിയ സ്ലേവ്സ് അല്ലാത്ത മെയിൽസിനെയായിരുന്നു സിറ്റിസൺസ് ആയിട്ട് കരുതുന്നത്. ഫീമെയിൽസ് അവിടെ സിറ്റിസൺസ് അല്ലായിരുന്നു. അത് പ്രത്യേകം ഓർക്കുക. അവർക്കൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സിറ്റിസൺ, അതായത് ഈ 30 വയസ്സിൽ മുകളിലുള്ള ഏതൻസുകാരായ മെയിലുകളുടെ ഒരു കമ്മിറ്റി. അവർ 4 times a year അവർ മെറ്റ് ചെയ്യും. എന്നിട്ട് അവരാണ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സിനെ പറ്റി ഡിസിഷൻ എടുക്കുക. വിമൻ, ആർട്ടിസൻസ് ആൻഡ് ഫോറിനേഴ്സ് ഇവർ നോട്ട് കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. അത് ഓർക്കുക. ഇങ്ങനെ 3 പോയിൻ്റ് എഴുതുക. അത് 6ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടോ ഇവിടെ എഴുതിയേക്കുന്നത്? നിങ്ങളൊന്ന് വായിച്ചോ പെട്ടെന്ന്. എന്തൊക്കെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ലിമിറ്റേഷൻസ്? ഓക്കെ, 8th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 8. കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് റിലേറ്റഡ് ടു ദ മാർക്കറ്റിംഗ് ടെക്നിക്സ്. കുട്ടികളെ, നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയുള്ള ചാർട്ടുകൾ പലതുണ്ട്. ആ ചാർട്ടുകളെല്ലാം നിങ്ങളൊന്ന് പഠിച്ചോണം. ഏത് ചാർട്ട് വേണമെങ്കിലും ഈ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി തരാം. അപ്പോൾ ചാർട്ടിൻ്റെ 3 ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട്. 3 ഐറ്റം അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. എന്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട? ചാർട്ടിൻ്റെ സെൻറ്റർ പോർഷനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? മാർക്കറ്റിംഗ് ടെക്നിക്സ്. മാർക്കറ്റിംഗ് ടെക്നിക്സ് 6 ഉണ്ട് അല്ലേ? 6-7 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നത് തന്നെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുകയില്ല. നമുക്കിവിടെ ഇല്ലാത്തത് എഴുതണം. ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കല്ലേ ഡിസ്കൗണ്ട്. അതുപോലെ തന്നെ മറ്റു ടെക്നിക്സ് ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയും. മാർക്കറ്റിംഗ് ഓഫ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്, ഫ്രീ പ്രോഡക്ട്സ് ഓഫേർഡ് എലോങ് വിത്ത് പർച്ചേസസ്. ഫ്രീ പ്രോഡക്റ്റ് കൊടുക്കുക, അതുപോലെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് പിള്ളേർ പലപ്പോഴും സംശയം പറയാറുണ്ട്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ എഴുതാം. ഈ ചാർട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് വരച്ച് എഴുതിയിട്ട് നിങ്ങൾക്കിത് എഴുതി നിങ്ങൾ എഴുതുന്ന വേർഡുകളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഉത്തരങ്ങൾ മാത്രം 1 by 1 ആയിട്ട്
പോയിൻ്റായിട്ട് എഴുതി വെക്കുക. ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന പോലെ കണ്ടോ, ഇവിടെ ഈ എഴുതിയേക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. പോയിൻ്റ് ഇട്ടിട്ട് അതിൻ്റെ പോയിൻ്റ് മാത്രം അങ്ങോട്ട് എഴുതിയേക്കുന്നു. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതിനെ ചാർട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. ചാർട്ട് വരച്ചോ അതിൻ്റെ ഭംഗി എത്രമാത്രം ഉണ്ട് ഇതൊന്നും നമ്മുടെ വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് പ്രശ്നമല്ല. ടീച്ചർ നോക്കുന്നത് അവിടെ ബ്ലാങ്കായിട്ട് കിടക്കുന്നിടത്തെ കറക്റ്റ് ആൻസറെ കുട്ടി എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പോയിൻ്റ് ഉണ്ടോ എന്ന് ടീച്ചർ നോക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ആർ ഡെസേർട്സ്? വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡെസേർട്സ്? എന്താണ് ഡെസേർട്ട്? ഏതൊക്കെയാണ് 2 ടൈപ്പ് ഡെസേർട്ടുകൾ? ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസിനെ ഒരുമിച്ച് തന്നിരിക്കുക, രണ്ടിനും ഈക്വൽ മാർക്കുണ്ട്. വാട്ട് ആർ ഡെസേർട്സ് അതിൻ്റെ ആൻസർ എഴുതുന്നതിന് ഈ 3 മാർക്കിൻ്റെ 1.5 മാർക്ക് അവിടെ കിട്ടും. ദെൻ വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡെസേർട്സ് എന്നുള്ളതിന് ബാക്കി മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ വാട്ട് ആർ ഡെസേർട്സ്? ഏരിയാസ് റിസീവിംഗ് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ ആനുവൽ റെയിൻഫോൾ ആർ ജനറലി കൺസിഡേർഡ് ഡെസേർട്സ്. കോൾഡ് ഡെസേർട്സ്, ഹോട്ട് ഡെസേർട്സ്. കണ്ടോ, ആൻസർ എഴുതേണ്ട എങ്ങനെയാണെന്ന് നോക്കിയേ. ഇങ്ങനെ തന്നെ ആൻസർ എഴുതണം കേട്ടോ. ആദ്യം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നു, പിന്നീട് നമ്മൾ മറ്റ് 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 by 1 ആയിട്ട് എഴുതുന്നു. കോൾഡ് ഡെസേർട്സ്, ഹോട്ട് ഡെസേർട്സ്, അങ്ങനെ ടോട്ടൽ 3 പോയിൻറ്റ്സ് വരുന്നു. നമുക്ക് 3 മാർക്ക് കിട്ടുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. ഹൗ ആർ ജെൻഡർ സ്റ്റീരിയോസ്കോപ്പ് ക്രിയേറ്റഡ്? റൈറ്റ് എക്സാമ്പിൾസ്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക? അതിന് എക്സാമ്പിൾ എഴുതുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കൊന്ന് കാണാം. Stereotypes are created by simply presenting such incorrect or partially correct. ഇൻകറക്റ്റോ പാർഷ്യലി കറക്റ്റോ ആയ കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുക. നോഷൻസ് ആർ ആസ് ദ ബേസിക് ക്വാളിറ്റീസ് ഓഫ് മെൻ ആൻഡ് വിമൻ. ഫോർ എക്സാമ്പിൾ, വിമൻ ആർ ഗുഡ് ആസ് നേഴ്സസ്, മെൻ ആർ നോട്ട് fit. Notions as the basic qualities of men and women. ഇപ്പം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബേസിക് ക്വാളിറ്റിയെ പറ്റിയുള്ള നമ്മുടെ ചില നോഷൻസ്, അതാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുകയാണ് നേഴ്സ് ആകാനായിട്ട് സ്ത്രീകളാണ് കൂടുതൽ നല്ലത്, പുരുഷന്മാർ അതിന് ഫിറ്റ് അല്ല. അതൊരു സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതിയാണ്, അത് കറക്റ്റ് അല്ല. ചില പുരുഷന്മാർ ഫിറ്റാണ്, പക്ഷെ നമ്മളത് ജനറലൈസ് ചെയ്ത് അങ്ങ് പറയുന്നു. അതാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയുടെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഐലൻഡ്സ് ആണ് ആൻഡമാൻ നിക്കോബാർ, അല്ലേ? ലക്ഷദ്വീപ് പോലെ തന്നെ ബേ ഓഫ് ബംഗാളിൽ ഇന്ത്യക്കുള്ള നമ്മുടെ ഐലൻഡ്സ് ആണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹിൻ്റ് അനുസരിച്ച് അതിൻ്റെ അതിനെപ്പറ്റി എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ജോഗ്രഫി ആൻഡ് ഇക്കണോമിക്സ്, ലൊക്കേഷൻ, ഫീച്ചേഴ്സ്, അതിൻ്റെ ക്യാപിറ്റൽ. ആൻഡമാൻ നിക്കോബാർ എവിടെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആൻഡമാൻ നിക്കോബാർ അതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ഓക്കെ, അപ്പോൾ അതിന് 3 പോയിൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്കൊന്ന് നോക്കാം. ലൊക്കേറ്റഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ലക്ഷദ്വീപ് ആണെങ്കിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അറേബ്യൻ സീ. ഇത് ബേ ഓഫ് ബംഗാൾ നമ്മുടെ റൈറ്റ് സൈഡിൽ, ഈസ്റ്റിൽ, അല്ലേ? ഇനി ഇൻക്ലൂഡ് ബാരൻ ഐലൻഡ്, ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ, ലൊക്കേറ്റഡ് ഇൻ നിക്കോബാർ. നിക്കോബാറിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഒരു വോൾക്കാനോയെ, ഒരു ആക്റ്റീവ് വോൾക്കാനോയെ നമുക്കുള്ളൂ. അതിൻ്റെ പേര് ബാരൻ എന്നാണ്. ആ വോൾക്കാനോ നിക്കോബാർ ഐലൻഡിലാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ്, പോർട്ട് ബ്ലെയർ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഈ ഇന്ത്യയുടെ മാപ്പിലേക്ക് നോക്കിയേ. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ ചെറിയ ചെറിയ വൈറ്റ് പൊട്ടുകളാണ്, പൊട്ടുപോലെ കാണപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ, ബേ ഓഫ് ബംഗാളിൽ കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ കേരള? കേരളത്തിൽ ഉയർന്ന എന്താണ് നമ്മുടെ ആയുർദൈർഘ്യം, ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി. ലൈഫ് എക്സ്പെക്റ്റൻസി മീൻസ് ആയുർദൈർഘ്യം. എത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആയുർദൈർഘ്യം? സ്ത്രീകൾക്ക് 80 വയസ്സും പുരുഷന്മാർക്ക് 78 വയസ്സും ഒക്കെ ഉണ്ട്. അത്രയും ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. അതായത് ആവറേജ് ആളുകൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലം, ആ ഒരു പ്രായം. നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ കാലത്ത് ഒരു 80 വർഷമൊക്കെ മുമ്പ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി പുരുഷന്മാർക്ക് 40ഉം സ്ത്രീകൾക്ക് 45ഉം ഒക്കെ ആയിരുന്നു. 40-45 ഒക്കെ ഉള്ളായിരുന്നു ഒരു ആവറേജ്. എന്നാൽ അതിപ്പോൾ അതിൻ്റെ ഇരട്ടിയായി, 80 ആയി. എന്താണ് കേരളത്തിൽ ഇങ്ങനെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇതുപോലെ ഹൈ ആകാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ഉത്തരം നിങ്ങൾക്കറിയാം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ഹൈ ലിറ്ററസി റേറ്റ്, ഹൈ എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, അല്ലേ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ന്യൂട്രീഷ്യസ് ഫുഡ്, പിന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. ഓക്കെ, അടുത്തതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. 13th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണത്? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രെയിനിങ്. ഉത്തരം കാണണ്ടേ? ഓക്കെ, 13th ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രെയിനിങ്, ജോബ് ട്രെയിനിങ്. അടുത്തത് 14th ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ വിത്ത് റെസ്പെക്ട് ടു ദി മെത്തേഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് എങ്ങനെ നടത്തണം എന്നതിനെപ്പറ്റി, അതിൻ്റെ മെത്തേഡ്സിനെ പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്താണ് പറഞ്ഞിരിക്കുക? അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 കാര്യങ്ങളാണ് ബ്ലാങ്കായിട്ട് തന്നിരിക്കുന്നത്. ABC. ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റ്, മോർ റിജിഡ് അമെൻഡ്മെൻറ്റ്. അപ്പോൾ എയിൽ എന്താണ് വരേണ്ടത്? റിജിഡ് അമെൻഡ്മെൻറ്റ് അല്ലേ? അതുപോലെ ഫ്ലെക്സിബിൾ എയുടെ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് റിജിഡ് അമെൻഡ്മെൻറ്റിൽ വരിക. മോർ റിജിഡ് അമെൻഡ്മെൻറ്റിലും ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റിലും എന്താണ് വരിക? നമുക്ക് ആൻസർ നോക്കാം. റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റിൽ നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ്, ബൗണ്ടറീസ് ആൻഡ് സിറ്റിസൺഷിപ്പ്, ഇതൊക്കെയാണ് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുക. ഫ്ലെക്സിബിൾ നെയിം ഓഫ് ദ സ്റ്റേറ്റ്, ബൗണ്ടറീസ്, സിറ്റിസൺഷിപ്പ്, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അമെൻഡ് ചെയ്യാം. അടുത്തത് മോർ റിജിഡ് അമെൻഡ്മെൻറ്റ്. അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾസ് ആക്ട്, ഇതൊക്കെ നമുക്ക് അവിടെ അമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചോണം കേട്ടോ. അമെൻഡ്മെൻറ്റ് 3 കാറ്റഗറി ആയിട്ടാണ് അമെൻഡ്മെൻറ്റ് വരിക. ഫ്ലെക്സിബിൾ അമെൻഡ്മെൻറ്റ്, റിജിഡ് അമെൻഡ്മെൻറ്റ്, മോർ റിജിഡ് അമെൻഡ്മെൻറ്റ്. അത് ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ കാറ്റഗറി കൂടെ പഠിച്ചു വെക്കുക. 15th ക്വസ്റ്റ്യൻ. നമുക്ക് മാപ്പ്, ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് തരിക. മാർക്ക് ആൻഡ് ലേബൽ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ഓൺ ദ ഗിവൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ. ആരവല്ലി റേഞ്ച് മാർക്ക് ചെയ്യണം. എ, ബി ഡെക്കാൻ പ്ലേറ്റോ മാർക്ക് ചെയ്യുക, സി മലബാർ കോസ്റ്റ് മാർക്ക് ചെയ്യുക, ഡി റിവർ ഗോദാവരി മാർക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ട്, നോക്കുക. മലബാർ കോസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. റിവർ ഗോദാവരി എങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടല്ലോ, ഇങ്ങനെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഗോദാവരി നമുക്കറിയാം പെനിൻസുല റിവേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട റിവറാണ് ഗോദാവരി. മഹാനദി, കൃഷ്ണ, കാവേരി ഇതൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മളിവിടെ ഗോദാവരിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുക. ഗോദാവരി. ഡെക്കാൻ പ്ലേറ്റോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റോകൾ എത്രയാണോ? 3 പ്ലേറ്റോസ് ആണുള്ളത്.
ഡെക്കാൻ പ്ലേറ്റോ, മാൾവ പ്ലേറ്റോ, ചോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. അതിലേത് വേണമെങ്കിലും നമുക്ക് വരാം. പക്ഷേ ഇവിടെ ഡെക്കാൻ പ്ലേറ്റോയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ആരവല്ലി അവിടെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും നോർത്തിലേക്ക് നോക്കിയ ആരവല്ലി അല്ലേ, നമ്മുടെ രാജസ്ഥാനിലേക്ക് മഴ പോകാതെ ഇങ്ങനെ തടസ്സം ചെയ്യുന്ന ആരവല്ലി എവിടെയാണ് വരേണ്ടതെന്ന് കണ്ടല്ലോ. അപ്പോൾ ആരവല്ലി എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. വിന്ധ്യ, സതപുര, ആരവല്ലിയൊക്കെ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരും. ആരവല്ലി, ഡെക്കാൻ, റിവർ ഗോദാവരി, മലബാർ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ കോസ്റ്റുകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചോണം. ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ് ഇവിടെ വെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 6 മാർക്ക് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മളിതെല്ലാം നിങ്ങളെ പറയുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. May God bless you all.